നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അബുദാബിയിൽ ഗുരുതര നിയമലംഘനങ്ങൾക്ക് പിഴ ഇളവില്ല. ടോൾ ഗേറ്റിൽ ഇതര എമിറേറ്റ് വാഹനങ്ങൾക്ക് ഇളവ്. വാർത്തയിലേക്ക്. തലസ്ഥാന എമിറേറ്റിൽ അമിതവേഗം ഉൾപ്പെടെ ഗുരുതര നിയമലംഘനങ്ങൾക്ക് പിഴ ഇളവ് ലഭിക്കില്ല. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ അബുദാബി പോലീസ് പകുതിയാക്കിയിരുന്നു. ഈ മാസം 22-ന് മുൻപുള്ള നിയമലംഘനങ്ങൾക്കാണിത്. നിയമലംഘനം രേഖപ്പെടുത്തിയ ദിവസം മുതൽ 60 ദിവസത്തിനകം പിഴയടയ്ക്കുന്നവർക്ക് ഇളവ് ലഭിക്കും. ഇതിനുശേഷം 1 വർഷം തികയും മുൻപ് പിഴയടയ്ക്കുന്നവർക്ക് ഇളവ് 25%. അതിനുശേഷം ഇളവ് ലഭിക്കില്ല. ഇളവ് കിട്ടാത്ത കുറ്റകൃത്യങ്ങൾ ഇവയാണ്: പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാകും വിധം വാഹനം ഓടിക്കുക. ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് ഇത് ബാധകമാണ്. പൊതു സ്വകാര്യ സ്വത്തുവകകൾക്ക് കേടുവരുത്തുക, അനുവദനീയമല്ലാത്ത ഇടങ്ങളിൽ ഓവർടേക്ക് ചെയ്യുക, ചുവപ്പ് സിഗ്നൽ മറികടന്ന് വാഹനം ഓടിക്കുക, ശബ്ദ മലിനീകരണം ഉണ്ടാക്കുക, പെട്ടെന്ന് വെട്ടിത്തിരിയുകയോ ലെയിൻ മാറുകയോ ചെയ്യുക, ഡ്രൈവിംഗിനിടെ മൊബൈൽ ഉപയോഗം അനുവദനീയമായ വേഗത്തിൽ കൂടുതൽ പോകുക, അപകട കാരണമാകാവുന്നതോ വസ്തുക്കൾ അനുവാദം വാങ്ങാതെ കൊണ്ടുപോകുക, അശ്രദ്ധമായി ബൈക്ക് ഓടിക്കൽ, വാഹനങ്ങൾ തമ്മിൽ മതിയായ അകലം പാലിക്കാതിരിക്കൽ, സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാത്ത സ്കൂൾ ബസ്സുകൾ, യാത്രാ വാഹനങ്ങളിലല്ലാതെ യാത്രക്കാരെ കൊണ്ടുപോകുക, ആംബുലൻസ്, പോലീസ് തുടങ്ങിയ അടിയന്തര കാര്യങ്ങൾക്കുള്ള വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക, അബുദാബി ടോൾ ഗേറ്റുകൾ വഴി കടന്നു പോകുന്ന ഇതര എമിറേറ്റുകളിലെ വാഹനങ്ങൾക്ക് താൽക്കാലിക ഇളവ്. ടോൾ സംവിധാനത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരക്കില്ലാത്ത സമയങ്ങളിൽ മാത്രം കടന്നു പോകാവുന്നതാണ്. അടുത്ത മാസം 2 മുതലാണ് ടോൾ ഈടാക്കുക. തിരക്കേറിയ രാവിലെ 7 മുതൽ 9 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയുമാണ് 4 ദിർഹം ടോൾ. മറ്റു സമയങ്ങളിൽ നൽകേണ്ടതില്ല. പ്രധാന പാതയിൽ ഷെയ്ഖ് സായിദ് പാലം, ഷെയ്ഖ് ഖലീബ പാലം, അൽ മക്ത പാലം, മുസഫ പാലം എന്നിവിടങ്ങളിലാണ് ടോൾ ഗേറ്റ് ഉള്ളത്. എല്ലാ വാഹനങ്ങളും ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററിൽ രജിസ്റ്റർ ചെയ്യണം. 100 ദിർഹമാണ് നിരക്ക്. അതേസമയം അബുദാബിയിൽ വാഹനങ്ങളിൽ ഇ-കോൾ സംവിധാനവും നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. അപകടമുണ്ടായാൽ അവിടത്തുള്ള പോലീസ് കേന്ദ്രത്തിലേക്ക് ഉടനടി ഓട്ടോമാറ്റിക്കായി സന്ദേശം എത്തുന്ന സംവിധാനമാണ് ഇ-കോൾ. എമിറേറ്റ്സ് അതോറിറ്റി ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് മീറ്ററോളജിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായ ഇ-കോൾ സംവിധാനങ്ങളാണ് വാഹനങ്ങളിൽ ഉണ്ടാവുക. അപകടമുണ്ടായ വിവരം റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം കുറയ്ക്കാനും രക്ഷാപ്രവർത്തനം എളുപ്പത്തിലാക്കുക വഴി മരണസംഖ്യയും അപകടങ്ങളുടെ ഗുരുതരാവസ്ഥയും കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അപകടമുണ്ടായാലുടൻ വാഹനത്തിലെ IVS സിസ്റ്റം മുഖേന പോലീസ് സ്റ്റേഷനിലേക്ക് അപായ സൈറൻ എത്തും. അപകടം നടന്ന സ്ഥലം, സമയം, യാത്രക്കാരുടെ എണ്ണം, വാഹനം മറിഞ്ഞുവോ എന്നതടക്കം സ്ഥിതിവിവരങ്ങൾ എന്നിവയിലെല്ലാം പോലീസിലെത്തും. ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളിലും ഇവ സ്ഥാപിക്കാനാണ് പദ്ധതിയിടുന്നത്. കാറുകളിലായിരിക്കും ഇത് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. വാഹനാപകടങ്ങൾ ഉണ്ടായാൽ വേഗത്തിൽ പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കുന്ന സംവിധാനവുമായ ഇ-കോൾ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൽ അബുദാബി പോലീസ് എമർജൻസി സെന്ററിന് അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വാഹന ഏജൻസികൾ, നിർമ്മാതാക്കൾ എന്നിവർ നടത്തിയ 3 വർഷത്തെ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. എമിറേറ്റ്സ് അതോറിറ്റി ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് മെട്രോളജി, അബുദാബി പോലീസ് എന്നിവരുമായി സഹകരിച്ചാണ് ഇ-കോൾ സംവിധാനം വികസിപ്പിച്ചത്. അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനത്തിനുള്ളിലെ യാത്രക്കാരുടെ എണ്ണം, വാഹനം എവിടെയാണ്, ഇന്ധനം എത്രയുണ്ട് തുടങ്ങി എല്ലാത്തരം വിവരങ്ങളും ഇ-കോൾ വഴി എമർജൻസി കേന്ദ്രത്തിൽ എത്തുമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.